പദ്ധതി തന്ത്രഗ്രന്ഥങ്ങൾ പറയുന്നത് ഉഗ്രജ്യോതി, സദ്യോജ്യോതി, രമാകണ്ഠ, വൈദ്യനാഥ നാരായണ, വിഭൂതികണ്ഠ, ശ്രീകണ്ഠ, നീലകണ്ഠ, സോമാംശു, ഈശാനശംഭു, ഹൃദയശംഭു, വിരിഞ്ചി, വൈരാഗ്യശിവ, ജ്ഞാനശംഭു, ത്രിലോചന, വരുണശിവ, ഈശാനശിവ, അഘോരശിവ തുടങ്ങിയിട്ട് 18 അതിനധികമായിട്ടുള്ള പദ്ധതി ഗ്രന്ഥങ്ങൾ ഉണ്ട്. ഈ പദ്ധതി ഗ്രന്ഥങ്ങളെ ബേസ് ചെയ്തിട്ടാണ് പല ദേശത്തെയും പൂജാ പദ്ധതി തന്ത്രം സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് സൗത്ത് സൈഡിലും സിദ്ധാന്ത സാരാവലിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒരു വിഷ്ണു സംഹിതയിൽ നമുക്ക് കാണാം ഈ ഒരു ചതുർപാദം, ഈ യോഗ, ക്രിയ, ജ്ഞാനം, ചര്യ എന്നുള്ള ഈ ചതുർപാദം നമുക്ക് വിഷ്ണു സംഹിതയിലും ഒക്കെ കാണാം. അപ്പോൾ കേരളത്തിലെ പൂജാ പദ്ധതി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഈ 18 പദ്ധതികളിലും ഈശാന ശിവ ഗുരുദേവ പദ്ധതിയും അതിനെ ആസ്പദമാക്കിയിട്ടുള്ള പ്രപഞ്ചസാരം സാരസംഗ്രഹമല്ല, പ്രപഞ്ചസാരം എന്ന തന്ത്രഗ്രന്ഥവും അതോടൊപ്പം തന്നെ വിഷ്ണു സംഹിതയിൽ നിന്നും ചീന്തിയെടുത്തതെന്ന് വേണേൽ പറയാം. ചീന്തിയെടുത്ത തന്ത്രസമുച്ചയത്തിൻ്റെയും കൂടെ ആകത്തുകയാണ്. ഈ വിഷ്ണു സംഹിതയിൽ പറയുന്ന ജ്ഞാനം, ക്രിയ, യോഗം, ചര്യ എന്ന് പറയുന്ന 4 അവസ്ഥയിൽ നിന്നും വെറുതെ ജ്ഞാനവും യോഗയും എടുത്തു മാറ്റിയിട്ട് ക്രിയയും ചര്യയും മാത്രമാക്കിയിട്ട് ടെമ്പിൾ വർഷിപ്പിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തൊരു ബുക്കാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാനുവലായിട്ടാണ് തന്ത്രസമുച്ചയത്തെ കാണുന്നത്. ഇന്ന് പൊതുവെ എല്ലാവരും ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ബുക്ക് അതാണ്. പക്ഷേ അതിൽ നിന്നും വിഷ്ണു സംഹിതയിലൊക്കെ ഉണ്ടായിരുന്ന ഈ ചതുർപാദങ്ങളെ കട്ട് ചെയ്ത് 2 പാദമാക്കി കുറച്ചു എന്നൊരു ദോഷം ആ ഗ്രന്ഥത്തിന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇത് തന്നെയായാലും ആൾക്കാർ മെയിനായിട്ട് താന്ത്രികരുടെ ഒരു ഗ്രന്ഥമായിട്ട് പറയുന്നതും തന്ത്രസമുച്ചയമാണ്. കേരളീയമായിട്ടുള്ള ശൈവക്ഷേത്രങ്ങളിലാണെങ്കിലും ഈ പൂജകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ശങ്കരാചാര്യരുടെ കാലസമയത്ത് ചിട്ടപ്പെടുത്തിയെന്ന് പറയപ്പെടുന്നത് പ്രപഞ്ചസാരം എന്ന് പറയുന്ന തന്ത്രഗ്രന്ഥത്തെ ബേസ് ചെയ്താണ്. പ്രപഞ്ചസാരം എന്ന് പറയുന്ന ഈശാന ശിവ ഗുരുദേവ പദ്ധതി പ്രധാനപ്പെട്ട 18 തന്ത്ര പദ്ധതികളിൽ ഒരു പദ്ധതി ഗ്രന്ഥമാണ് ഈശാന ശിവഗുരു എഴുതിയിട്ടുള്ള ഈശാന ശിവ ഗുരുദേവ പദ്ധതി. ആ ഈശാന ശിവ ഗുരുദേവ പദ്ധതി ആസ്പദമാക്കിയിട്ടാണ് പ്രപഞ്ചസാരവും, പ്രപഞ്ചസാരത്തിൽ നിന്നുമാണ് നമ്മുടെ പൂജാവിധികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതും. അതേപോലെ തന്നെ തന്ത്രസമുച്ചയം വന്നിരിക്കുന്നതും ഈ ചതുർപാദത്തോട് കൂടിയിട്ടുള്ള വൈഷ്ണവ ഗ്രന്ഥമായിട്ടുള്ള വിഷ്ണു സംഹിതയും കൂടെ ബേസ് ചെയ്താണ്. ഈ രണ്ടിൻ്റെയും കൂടെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കേരളീയമായിട്ടുള്ള ക്ഷേത്രതന്ത്ര ക്രിയാപദ്ധതിയിൽ കാണാം. എന്നാൽ ഈ ചതുർപാദം തമിഴ്നാട്ടിലും ക്ഷേത്രങ്ങളിൽ കാണാം, ആ ചര്യ ക്രിയയൊക്കെ കാണാം. പക്ഷെ അവിടുത്തെ പൂജാവിധികൾ മാറിപ്പോയത്, കേരളീയമായിട്ടുള്ള പൂജാവിധികളല്ല അവിടെ ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടെ കൂടുതലും ഈ പ്രത്യേകിച്ച് ശൈവക്കാട്ടിൽ സോമാംശു പദ്ധതിയും അതുപോലെ തന്നെ സദ്യോജ്യോതി ശിവ പദ്ധതിയുമാണ് കൂടുതലായിട്ടും ചതുർപാദത്തിലേക്ക്, അവരുടെ പൂജാപദ്ധതിയിലേക്ക് അതാണ് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ നമുക്ക് ക്ഷേത്രതന്ത്രത്തെക്കുറിച്ചും കേരളീയ ക്ഷേത്രതന്ത്ര ലിറ്ററേച്ചറിനെ കുറിച്ചും നമുക്ക് ഇതിന് ശേഷം നമുക്ക് സംസാരിക്കാം. വൈഷ്ണവും അതുപോലെ ഗാണപത്യവും ഒക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഈ വിഷയം കുറച്ച് വിശദമായിട്ട് വിഷ്ണു സംഹിതയിലെ ഗ്രന്ഥങ്ങളും ഓരോ അധ്യായവും പറയുന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാം. അവിടെ നിന്ന് ഏതൊക്കെ അധ്യായമാണ് തന്ത്രസമുച്ചയം എടുത്തതെന്നുള്ളതും എങ്ങനെയാണ് ഇൻസ്പയർ ചെയ്തിരിക്കുന്നതെന്നും ഒക്കെയുള്ളത് നമുക്ക് ആ സമയത്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇനിയും വീണ്ടും ഓരോന്ന് പറഞ്ഞ് നമ്മൾ കാട് കയറി വേറെ വഴിക്ക് പോകും. നമുക്ക് തിരിച്ച് ശൈവസത്തിലേക്ക് വരാം. അപ്പോൾ സിദ്ധാന്ത ശൈവസത്തെക്കുറിച്ച് ഏകദേശം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ ഫിലോസഫി പറഞ്ഞു, കുറേ ഗ്രന്ഥങ്ങളെക്കുറിച്ച് പറഞ്ഞു, അതിവിടെയൊക്കെ സ്പ്രെഡായിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞു, അതിൻ്റെ ഒരു ആചരണ രീതികളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പം ഏകദേശം ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഇത്രയൊക്കെ മതിയാവും. കുറച്ച് ബുക്സ് ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട്, അത് വായിക്കാം. അപ്പം കൂടുതലും ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിദ്ധാന്തമാണ് സിദ്ധാന്ത ശൈവസം. ഭഗവാനെ അച്ഛനായും മഹാദേവൻ്റെ അടുത്ത് നമ്മൾ ദാസ്യനായി നിൽക്കുന്നതും ദാസനെ പോലെ നിൽക്കുന്നതും, അതുപോലെ തന്നെ ഭഗവാന്റെ പുത്രനായിട്ട് ഭഗവാനെ അച്ഛനായി കണ്ടുകൊണ്ട് പിതാവായി കണ്ടുകൊണ്ട് ആരാധിക്കുന്നതും, അതുപോലെ തന്നെ ഭഗവാനെ സമമായിട്ട് കണ്ട് ഈശ്വരനെ ആരാധിക്കുന്ന സമന്മാർക്ക് മാത്രമുള്ള ആരാധനയുള്ളത്. അപ്പം സമനായിട്ട് കണ്ടുകൊണ്ട് ആരാധിക്കുന്നത്, അതുപോലെ തന്നെ ഭഗവാൻ പറയുന്ന ചര്യയോട് കൂടിയിട്ട്, ധർമ്മനിഷ്ഠയോട് കൂടിയിട്ട്, ചതുർഭാഗത്തോട് കൂടിയിട്ടുള്ള ചര്യയോട് കൂടിയിട്ടുള്ള സന്മാർഗനിഷ്ഠ ഓട് കൂടിയിട്ടുള്ള ഭക്തിയും, അതിലെ സത്യം, ധർമ്മം, നിഷ്ഠ, ഡിവോഷൻ, ഭക്തിയോട് കൂടിയിട്ടുള്ള ഭഗവാൻ മഹാദേവനെ ആശ്രയിക്കുന്നതും സിദ്ധാന്ത ശൈവസത്തിൻ്റെ ഒരു സുഖമാണ്. കാരണം ഈ കാശ്മീരി ശൈവസം പോലുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അതിന് വേറൊരു മൂടാണ്, അത് വേറൊരു രീതി. പ്രത്യേകിച്ച് അദ്വൈത ഫിലോസഫിയാണ്, ശിവാദ്വൈതവാദമൊക്കെയാണ് നമ്മളവിടെ പഠിക്കുന്നത്, ശിവശാസനയൊക്കെയാണ് പഠിക്കുന്നത്.
അപ്പോൾ അവിടെ കുറച്ചുകൂടി നമ്മൾ ഫിലോസഫിക്കലായിട്ട് നമ്മൾ കുറച്ച് യുക്തിയും സിദ്ധാന്തം പഠിക്കുന്നതിൻ്റെ ഒരു സ്റ്റൈലുണ്ടത്. ഇവിടെ അത്രയും നമുക്കങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല. ഇവിടെ കുറച്ചുകൂടെ സിമ്പിളാണ്. ഇവിടെ ഈ പറഞ്ഞ പോലെ നിഷ്കളങ്കതയും ഭക്തിയും ശരണാഗതിയുമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പം പശുവായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും പാശം മുറിക്കാൻ വേണ്ടി ഭഗവാൻ നമ്മളിലേക്ക് ഇറങ്ങി വരും എന്നുള്ളതാണ് സിദ്ധാന്ത ശൈവസത്തിൻ്റെ ബേസ്. അപ്പം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം അറിയാവുന്ന 2 കൾട്ടുകളാണ്. കാലമുഖ ശൈവസവും അതുപോലെ തന്നെ കാപാലിക ശൈവസവും. വളരെ പഴക്കം ചെന്ന 2 ശൈവ സമ്പ്രദായങ്ങളാണിത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബേസ് തന്നെ മൺമറഞ്ഞു പോയെന്ന് പറയാം. അതിലുള്ള പല കാര്യങ്ങളും മറ്റു പല ശൈവ സമ്പ്രദായങ്ങളിലേക്ക് മിക്സ് ആയിട്ടുണ്ട്. ഈ കാലമുഖ ശൈവസത്തിൻ്റെയും കാപാലിക ശൈവസത്തിൻ്റെയും ഒക്കെ പല ഇൻഫ്ലുവൻസും ഈ സിദ്ധാന്ത ശൈവസത്തിൽ, മോഡേൺ സിദ്ധാന്ത ശൈവസത്തിലുണ്ട്. അതുപോലെ തന്നെ മറ്റ് നാദസമ്പ്രദായങ്ങളിലും പല സമ്പ്രദായങ്ങളിലും അത് കാണാം. അതോടൊപ്പം തന്നെ സൗത്ത് ഇന്ത്യൻ ഫോക്കുകളിൽ പ്രത്യേകിച്ച് ഈ കാലമുഖ ശൈവസത്തിൻ്റെ ഇൻഫ്ലുവൻസസ് തെയ്യത്തിലും അതുപോലെ ഈ നമ്മുടെ കന്താര സിനിമയിലൊക്കെ പറയുന്ന പോലത്തെ പഞ്ചുരുളി പോലുള്ള തെയ്യത്തിലും അങ്ങനെയുള്ള വിഷയങ്ങളിൽ, അങ്ങനെയുള്ള ഫോക്ലോറുകളിൽ ഇവരുടെ അഗ്നി കൂട്ടിയിട്ടുള്ള ഇതും ഒക്കെയുള്ള ശരിക്കും വളരെ ഗൂഢമായിട്ടുള്ള താന്ത്രിക കൾട്ടാണ് ശരിക്കും കാപാലിക ശൈവസവും അതുപോലെ തന്നെ കാലമുഖ ശൈവസവും. അപ്പോൾ ഇവരുടെ ഒരു ഇൻഫ്ലുവൻസും ഇവരെക്കുറിച്ചും ഇവരുടെ ഒരു സിദ്ധാന്ത രീതികളെക്കുറിച്ചും ഇവരുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം നമ്മുടെ ഇന്നത്തെ മോഡേണായിട്ടുള്ള ശൈവ കൾട്ടിൽ വന്നിട്ടുണ്ടെന്നും അതൊന്നും ദ്രാവിഡാചാരം എന്നൊന്നും പറയേണ്ട, പണ്ടത്തെ പൂർവാചാരമാണ്. അതിവിടെ നിന്ന് ദ്രാവിഡനെന്നും ആര്യനെന്നും ഒന്നും തരംതിരിക്കേണ്ട. എല്ലാവർക്കും ഭഗവാനെ ആരാധിക്കാനുള്ള അർഹതയുണ്ട്, യോഗ്യതയുണ്ട്. അതിനുവേണ്ടി ആയിരക്കണക്കിന് സമ്പ്രദായങ്ങൾ ഋഷിമാർ തന്നെ പറഞ്ഞും വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ സ്വീകരിക്കാൻ പറ്റുന്നത് സ്വീകരിച്ച് ഭഗവാനെ ആരാധിക്കാം. തൻ്റേതാണ് ശരി, ബാക്കിയുള്ളത് തെറ്റാണെന്നുള്ള അഭിപ്രായവും പറയുന്നത് ശരിക്കും ബാലിശമാണ്, അത് അറിവില്ലായ്മയുമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വിഷയം പഠിക്കുന്നത്. അപ്പം ദ്രാവിഡാചാരമാണെന്ന് മാത്രം പറഞ്ഞു തള്ളുന്ന നമ്മുടെ നാട്ടിലെ ഫോക്ലോറുകൾ, തെയ്യം, കളമെഴുത്ത്, മുഖത്തെഴുത്ത്, അതേപോലെ തന്നെ തമിഴ്നാട്ടിലും ആന്ധ്രയിലുമൊക്കെയുള്ള ചില ആരാധനാ രീതികളും ഈ കാപാലിക കാലമുഖ ശൈവസത്തിൻ്റെ ഇൻഫ്ലുവൻസ് അതിൽ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ കാപാലിക ശൈവസത്തെക്കുറിച്ചും കാലമുഖ ശൈവസത്തെക്കുറിച്ചും പഠിക്കാം. നമസ്കാരം.